കാലത്തുള്ള മനുഷ്യരായിരുന്നു. അവർ കൂടുതൽ ആശ്രയിച്ചിരുന്ന എന്തിനായിരുന്നു അവർ പറഞ്ഞു മൃഗവേട്ടയുടെ പിന്നെ വേറെയുണ്ട്. അവർ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ആശ്രയിച്ചിരുന്നത് എന്തിനായിരുന്നു? അവർ കായ്കനികൾ കളക്ട് ചെയ്തിട്ടാണ് അവർ കഴിച്ചിരുന്നത്. ഇനി എന്തൊക്കെയായിരുന്നിരിക്കാം അവർ കഴിച്ചിട്ടുണ്ടായിരുന്നു? അവർ കൾട്ടിവേറ്റ് ചെയ്ത ക്രോപ്സ് എന്തൊക്കെയായിരുന്നിരിക്കാം? ഹില്ലി റീജിയൻസിലുള്ളതല്ലേ? റീജിയൻസ് ആണ്. അപ്പോൾ ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ അതിനെ ബ്ലാക്ക് ഗോൾഡ് എന്ന് നമ്മൾ അറിയപ്പെടുന്നുണ്ട്. പെപ്പർ. പെപ്പർ എന്താണ് ഏത് റീജിയനാണ് നമ്മൾ കുഞ്ചി എന്ന് പറയുന്നത്? ഹില്ലി റീജിയനാണ് പറയുന്നത്. അടുത്ത ഏത് തരം ലാൻഡാണ് മുല്ലേ എന്ന് പറയുന്നത്? മുല്ലേ എന്ന് പറയുന്നത് അവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് ഗ്രാസ് ഒക്കെ കാണാൻ പറ്റും. ഒരുപാട് ഗ്രാസ്, അതുപോലെ തന്നെ ഒരുപാട് മൃഗങ്ങളുടെ ആഹാര സാധനമാണ് അവിടെ ഉള്ളത്. ആ വാക്കിൽ തന്നെ ഉണ്ട്, ആ ഇതിൽ മുല്ലേ ഒരുപാട് ഗ്രാസ് അവിടെ കാണാനായിട്ട് പറ്റും. ലാൻഡ് നമ്മളിപ്പം ഹിൽസ് പറഞ്ഞു, അവിടെ എന്താണ് കുഞ്ചി എന്ന് പറയുന്നത് ഹില്ലി ഏരിയ ആണെന്ന് പറഞ്ഞു. അതുപോലെ ഒരുപാട് ഗ്രാസ് ഉള്ളത് കൊണ്ട് തന്നെ അതെന്ത് ലാൻഡ് നമുക്ക് പറയാൻ പറ്റും? ഒരുപാട് വൈഡ് ഏരിയ ആണ്, ഒത്തിരി നല്ല സ്പേസ് ഉണ്ട്, ഒരുപാട് മൃഗങ്ങൾക്ക് ഭക്ഷിക്കാൻ പറ്റുന്നതാണത്. അതിനായിട്ട് ഗ്രാസ് ലാൻഡ് എന്ന് നമ്മൾ പറയും. ഇത് കറക്റ്റാണ്. അടുത്ത അപ്പോൾ ഏത് കാലഘട്ടത്തിലാണ് വരുന്നത്? കണ്ടുവരുന്നതാണ് പറയുന്നത്. ഓക്കെ, അടുത്ത അക്ഷരങ്ങളാണ്. മുല്ലേ എന്ന് പറഞ്ഞു ഗ്രാസ് ലാൻഡാണ് പറഞ്ഞു. അപ്പോൾ അവിടെ എന്തായിരുന്നു ഓക്കുപേഷൻ എന്തായിരുന്നു? അവിടെ അവിടെ ഒരുപാട് ഉണ്ടായിരുന്നു, ഗ്രാസ് ഉണ്ടായിരുന്നു. അതിനെ അതിന് മസ്ബറി
നെയ്തൽ എന്ന് പറയുന്ന ഒരു സ്ഥലം, നമ്മുടെ സംഘം തിരുനാണ് പറയുന്നത് നെയ്തലുണ്ടാണ്. നെയ്തൽ എന്ന് പറയുന്ന ഒരു ലാൻഡ്. അപ്പോൾ നെയ്തൽ എന്ന് പറയുന്നത് എന്ത് തരം ലാൻഡ് ആയിരുന്നില്ല അവിടെ പറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ട്, സീ ആണോ കടൽ? അവിടെ കടലല്ലേ? അതിനൊരു പേര് പറയും, ഒരു ക്ലിപ്പ് ഉണ്ട് അവിടെ, അതുപോലെ തന്നെ ബീച്ച് ഉണ്ട്. നമുക്ക് അവിടെ പോയി നിൽക്കുമ്പോഴത്തേക്കും എപ്പോഴും വളരെയധികം നല്ല തണുത്ത കാറ്റൊക്കെ നമുക്ക് അടിച്ച് കടൽ തീരം. ആ കടൽ തീരമാണ്, കോസ്റ്റൽ റീജിയൻ ആണ് പറയുന്നത്. അപ്പോ എന്റെ പറഞ്ഞു എന്നെ ഒരു കോസ്റ്റൽ റീജിയൻ ആണെന്ന് പറഞ്ഞു. ഏത് നെയ്തൽ എന്ന് പറയുന്നത് കോസ്റ്റൽ റീജിയൻ ആണ്. അപ്പോൾ നെയ്തൽ കോസ്റ്റൽ റീജിയൻ ആകുമ്പോഴത്തേക്കും അവിടുത്തെ ആൾക്കാരുടെ മെയിൻ ജോലി എന്ത് തന്നെയായിരിക്കും? അവരെവിടേക്കാവും പോയിരിക്കുക? എവിടേക്ക് പോയിട്ടാണ് കൃഷി നടത്തുന്നത്? കടലിലൊക്കെ പോയിട്ടാണ്. അപ്പൊ ആ കടൽ വെള്ളത്തിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? കടൽ വെള്ളമുണ്ട്, ആ കടൽ വെള്ളത്തിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമ്മുടെ ആഹാരത്തിന് വേണ്ടിയിട്ടൊക്കെ ഫിഷ് കടൽ വെള്ളത്തിൽ നിന്ന്, കടലിൽ നിന്നൊക്കെയാണ് കറക്റ്റാണ് ഫിഷിംഗ് ആണ്. കടൽ വെള്ളത്തിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഉപ്പ് നിർമ്മാണം. അപ്പൊ അവരുടെ ജോലി എന്തായിരുന്നിരിക്കാം? സാൾട്ട് മേക്കിങ്ങും പിന്നെ ഫിഷിങ്ങും ആയിരുന്നിരിക്കാം. കറക്റ്റാണ് ആൻസർ. അപ്പോൾ മഴ പറയുന്നത് മുല്ല എന്ന് പറയുമ്പോൾ എന്ത് ലാൻഡ് ആയിരിക്കാം? ഇല്ല, മുല്ലേ എന്ന് പറയുമ്പോൾ ഒരുപാട് ഗ്രാസ് ഉണ്ടെന്ന് പറഞ്ഞത്. ഇപ്പൊ എന്തായിരിക്കും ഗ്രാസ് ആവുമ്പോൾ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ എന്തെന്ന് അറിയത്തില്ല. ഏത് തരം ലാൻഡ് ആയിരുന്നു മുല്ല എന്ന് പറയുന്നത്? ഗ്രാസ് ലാൻഡ് ആയിരുന്നു എന്ന് പറയുന്നത്. അവിടെ ഏത് തരം ലാൻഡ് ആയിരുന്നു? പാല എന്ന് പറയുന്നത്. കാരണം ആ പാലയായിരുന്നു ആർക്കും കൾട്ടിവേറ്റ് പഠിച്ചത്. അവിടെ ഒരുപാട് ടെമ്പറേച്ചർ കൂടുതലാണ്, അതുപോലെ തന്നെ ഒരു കുറച്ച് മഴ മാത്രമേ ഉള്ളൂ. നമുക്കറിയാം മഴയില്ല, മഴയില്ല. അപ്പോൾ അത് പറഞ്ഞു പാലയിൽ വളരെ എങ്ങനെയാണ്? അപ്പോൾ അവിടെ
സീ ആണോ? നമുക്ക് എന്തുണ്ട്, സീ ആണോ? കടൽ. ഇഷ്ടമാണ് അവിടെ കടലല്ലേ? അതിനൊരു പേര് പറയും. ഒരു ക്ലിപ്പ് ഉണ്ട് അവിടെ, അതുപോലെ തന്നെ ബീച്ച് ഉണ്ട്. നമുക്ക് അവിടെ പോയി നിൽക്കുമ്പോഴത്തേക്കും വളരെയധികം നല്ല തണുത്ത കാറ്റൊക്കെ നമുക്ക് അടിച്ച് കടൽ തീരം. ആ, കടൽ തീരമാണ്. കോസ്റ്റൽ റീജിയൻ ആണ് പറയുന്നത്. അപ്പോ എന്റെ പറഞ്ഞു എന്നെ കോസ്റ്റൽ റീജിയൻ ആണെന്ന് പറഞ്ഞു. ഏത് ലീഗൽ കോസ്റ്റൽ റീജിയൻ ആണ്. അപ്പോൾ ലീഗൽ കോസ്റ്റൽ റീജിയൻ ആകുമ്പോഴത്തേക്കും അവിടുത്തെ ആൾക്കാരുടെ മെയിൻ ജോലി എന്ത് തന്നെയായിരിക്കും? അവരെവിടേക്കാവും പോയിരിക്കുക? എവിടേക്ക് പോയിട്ടാണ് കൃഷി നടത്തുന്നത്? കടലിലൊക്കെ പോയിട്ടാണ്. അപ്പൊ ആ കടൽ വെള്ളത്തിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? കടൽ വെള്ളമുണ്ട്. ആ കടൽ വെള്ളത്തിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമ്മുടെ ആഹാരത്തിന് വേണ്ടിയിട്ടൊക്കെ കടൽ വെള്ളത്തിൽ നിന്ന്, കടലിൽ നിന്നൊക്കെയാണ് കാട്ടാണ് ഫിഷിംഗ് ആണ്. കടൽ വെള്ളത്തിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഉപ്പ് നമ്മൾ. അപ്പൊ അവരുടെ ജോലി എന്തായിരുന്നിരിക്കാം? സാൾട്ട് മേക്കിങ്ങും പിന്നെ ഫിഷിങ്ങും ആയിരുന്നിരിക്കാം. കറക്റ്റാണ് ആൻസർ. അപ്പോൾ മരുന്ന് പറയുന്നത് മുല്ല എന്ന് പറയുമ്പോൾ ലാൻഡ് ആയിരിക്കാം. ഇല്ല, മുല്ലേ എന്ന് പറയുന്നത് ഒരുപാട് ഗ്രാസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഗ്രാസ് ആവുമ്പോൾ വെള്ളം കൊണ്ട് തന്നെ അവിടെ എന്തെന്ന് അറിയത്തില്ല. ഒരു പൂന പോലെ നമുക്ക് തോന്നാറുണ്ട്. മലയെക്കാളും മൗണ്ടെയിൻസിനെ കാട്ടി ഇതിൽ കയറാനായിട്ട് കുറച്ച് ഈസിയാണ്. അപ്പോൾ ഹില്ലി ഏരിയ ആണ് എന്ന് പറയുന്നത്. ഹില്ലി ഏരിയ അത് എന്ത് തരത്തിലുള്ള കിണറാണ് ഉണ്ടായിരുന്നത്? എന്ത് തരത്തിലുള്ളതാണ്? കൈതായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കുറിഞ്ചി എന്ന് പറയുന്ന ഏരിയ അവിടുത്തെ ആൾക്കാരുടെ ജീവിത രീതി എന്തായിരിക്കും? അവർ എന്തുകൊണ്ടായിരുന്നു ബുദ്ധിമുട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല? കുറിഞ്ചി എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് പാലിയോളിറ്റിക് പീപ്പിളിനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന അവരുടെ സെയിം ഓക്കുപേഷൻ ആയിരുന്നു ഇവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായിരുന്നിരിക്കാൻ ഹണ്ടിങ് ആയിരുന്നു അവരുടെ ഓക്കുപേഷൻ എന്ന് പറയുന്നത്. ആൻഡ് അവർ എന്ത് തരത്തിലുള്ള കൃഷി രീതികളായിരിക്കും അവിടെ നടത്തിയിട്ടുണ്ടാവുക? അവർ എന്താ നമ്മളിപ്പോൾ കുക്കിങ്ങിനൊക്കെ അവർ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് അവർ ഒത്തിരി ഇതിനെ കയറ്റുമതി ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിരുന്നത് ഇതിനെ കൊണ്ടിട്ടായിരുന്നു.
പെപ്പർ. പെപ്പറായിരുന്നു. അതെന്ന് പറയുന്നത് അമൃത. മുല്ല എന്ന് പറയുന്നത് ഏത് തരം ലാൻഡ് ആയിരുന്നു? മുല്ല എന്ന് പറയുന്നത് അവിടെ ഫുള്ളി ഗ്രാസ് ആയിരുന്നു. അതുപോലെ തന്നെ മൃഗങ്ങൾക്ക് ഗ്രാസ് ലാൻഡ് ആയിരുന്നു. അതെന്ന് പറയുന്നത് എന്ത് തരം ലാൻഡ് ആയിരുന്നു? കുറിഞ്ചി എന്ന് പറയുന്നത് കുറിഞ്ചി ലാൻഡ് എന്ത് തരം ലാൻഡ് ആയിരുന്നു? ആയിരുന്നു. അതെന്ന് പറയുന്നത്. അച്ഛാ, ഈ മുല്ലയിലുള്ള ആൾക്കാർ എന്ത് ഉപജീവന കഴിച്ചിട്ടുണ്ടാവും? അത് ആയിരുന്നില്ല അവിടെ കാറ്റഗറി എന്തെന്ന് പറയുന്നത്? കാറ്റഗറി എന്താണ്? കാറ്റഗറി എന്ന് പറഞ്ഞാൽ അതെന്ത് വിഭാഗത്തിൽപ്പെടുന്നതാണ്? ഒരു വിഭാഗം. അല്ല, കാറ്റഗറി എന്ന് പറഞ്ഞാൽ എന്തിൽ വരുന്നതാണ്? അനിമലാണ്. അപ്പോ അനിമലിനെ നമ്മൾ വളർത്തുന്നതാണ്. അതായത് കാറ്റഗറി. അപ്പൊ അതിന് വേറെ അനിമൽ വളർത്തുന്നതിന് വേറൊരു പേര് കൂടെ അതിനെ പറയാറുണ്ട്. ഇത് ആര്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആര്യൻസ് ഇവിടെ വന്ന സമയത്ത് അവിടെ ഒരു പെട്ടില്ലായിരുന്നു. ഇതിന് വേറൊരു പേര് കൂടെ അറിയപ്പെടാറുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ വൈഫ്, അതിന്റെ ഓപ്പോസിറ്റ് പറയും. വൈഫിന്റെ ഓപ്പോസിറ്റിനാണ് ഹസ്ബൻഡ്. അപ്പൊ ഈ അനിമൽ അതിനോട് ചേർത്ത് തന്നെ കഴിക്കും. അനിമൽ ഹസ്ബൻഡ് അല്ല, അനിമൽ അതിനോട് ചേർത്ത് തന്നെ കഴിക്കും. കാറ്റഗറിയിൽ പറയുന്ന മറ്റൊരു പേരാണ് അനിമൽ. അനിമൽ എന്ന് പറഞ്ഞു. ഇതൊക്കെ അതിന്റെ ഓപ്പോസിറ്റ് ഹസ്ബൻഡാണ്. അപ്പൊ അത് രണ്ടും ചേർത്ത് പറയുന്നത് അനിമൽ ഹസ്ബൻഡ്. കറക്റ്റാണ്. അനിമൽ ഹസ്ബൻഡിയാണ് അതിന്റെ ഉത്തരവ് അറിയുന്നത്. അപ്പോ എന്ത് തരം ലാൻഡായിരുന്നു? മുല്ല എന്ന് പറയുന്നത് ഗ്രാസ് ലാൻഡായിരുന്നു. മുല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഗ്രാസ് ലാൻഡ് എന്ന് പറയാനുള്ള കാരണം? പുൽമേടുകളായിരുന്നു. എന്ത് തരം ലാൻഡായിരുന്നു? പാല എന്ന് പറയുന്നത്. പാലയുണ്ട്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷി ചെയ്യാനേ പറ്റില്ല. കൃഷി ചെയ്യാനുള്ള യാതൊരു സൗകര്യമില്ല. കുറഞ്ഞ മഴയെ അവർക്ക് കിട്ടുന്നുള്ളൂ. പക്ഷെ ഭയങ്കര ടെമ്പറേച്ചറാണ്. വരണ്ട ഭൂമിയാണ് ട്രൈലാൻഡ്. അപ്പൊ ട്രൈലാൻഡ് എന്ന് പറയാനുള്ള കാരണം വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ടത് മരുഭൂമി എന്ന് പറയാനല്ല കാരണം എന്ന് പറയുന്നത്. പക്ഷേ പാലയിലുള്ള ആൾക്കാർ എന്ത് തരം ജോലി ചെയ്തിട്ടാണ് ജീവിച്ചിരിക്കുക? എന്തായിരുന്നു അവരുടെ മെയിൻ ആക്ടിവിറ്റി? അതൊരു ക്രൈമാണ്. തെറ്റായൊരു ഇതാണ് ചെയ്യുന്നത് അവര്. ഇത് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഉപജീവനത്തിന് വേറെ ഒരു വഴി അവർക്ക് കിട്ടാറുണ്ട്. അപ്പൊ എന്തായിരുന്നു എനിക്ക് അവർ ചെയ്തിട്ടുണ്ടാവുക? മോഷണമാണ് ചെയ്തത്. മോഷണം എന്ന് പറയാനുള്ള കാരണം എന്ന് പറയാനുള്ള കാരണം അവിടെ അവിടെ എന്ത് തരം ലാൻഡ് ആയിരുന്നു? അതെന്ന് പറഞ്ഞു ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിരുന്നു. അതിന്റെ കാരണം ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാകാനുള്ള കാരണം എന്ത് തരം ലാൻഡ് ആയിരുന്നു? ജോലിയൊന്നുമില്ല. എന്ത് ചെയ്യാൻ പറ്റില്ല അവിടെ കൃഷി ചെയ്തത്. കാരണം ഡ്രൈ ലാൻഡായിരുന്നു. ശരി. അപ്പൊ എന്ത് തരം ലാൻഡായിരുന്നു? നെയ്തൽ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ക്ലിപ്സ് കാണാൻ പറ്റും, ഡെൽറ്റാസ് കാണാൻ പറ്റും. എന്തെങ്കിലും കാണിക്കാം. സീ ലാൻഡ് കടൽ തീരമായിരുന്നു. കടൽ എന്ന് പറയാൻ കാരണം കടലിലാണെന്ന് പറഞ്ഞു. അതിന്റെ കാരണം ആൻഡോ എന്ത് തരം ലാൻഡായിരുന്നു നെയ്തൽ എന്ന് പറയുന്നത്? നെയ്തൽ ഒരുപാട് നല്ല തണുത്ത കാറ്റൊക്കെ അവിടെ പോയി നിൽക്കുമ്പോൾ അടിക്കാറുണ്ട്. അപ്പൊ എന്ത് തരം ലാൻഡ് ആയിരുന്നിരിക്കാം? കോസ്റ്റൽ ഏരിയ. കോസ്റ്റൽ ലാൻഡാണ് അതെന്ന് പറയുന്നത്. ഇപ്പൊ കോസ്റ്റൽ ലാൻഡില് കോസ്റ്റൽ ലാൻഡ് ആകുമ്പോഴത്തേക്കും അവിടെ എന്ത് തരം അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് അവരെന്തായിരിക്കാൻ ചെയ്തിട്ടുണ്ടാവുക? മത്സ്യബന്ധനം എന്ന് പറയാനുള്ള കാരണം കോസ്റ്റൽ ഏരിയ ആണ്. അവിടെ എന്തുണ്ട്?
ക്ലാസ്സിൽ ഇരിക്കടാ. ഫിഷിങ്. പിന്നെ അവിടെ നമുക്ക് എന്ത് കിട്ടും? കടലിലുള്ള നിന്നെ പിന്നെ വിളിച്ചതാ. സോൾട്ട് കിട്ടും. അപ്പോൾ സോൾട്ട് കിട്ടുന്നതിനുള്ള അത് ഞാൻ പിന്നെ പറയാം. ഞാൻ അടുത്ത സോൾട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. ശരി. ഞാൻ വിളിക്കാമേ.